ഹലോ, അപ്പോൾ ഇന്ന് നമുക്കൊരു കൊത്തു പൊറോട്ട ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. ഇത് നമ്മുടേതായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. വേറെ റെസിപ്പീസൊക്കെ ഉണ്ട്, ഇത് നമ്മുടെ രീതിയാണ് കേട്ടോ. അപ്പോൾ ഇതാ പൊറോട്ട ചെറുതായിട്ട് അരിഞ്ഞത് മാറ്റി വെച്ചു. പിന്നെ ഇതാ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒരു 2 സവോള, പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റി. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റി വന്നപ്പോഴത്തേക്ക് നമ്മളൊരു മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചേക്കുന്ന പൊറോട്ട ചെറുതായിട്ട് അരിഞ്ഞത് അത് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടത് 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. പിന്നെ ഇതാ ഒരു 3 മുട്ട ഞാനിങ്ങനെ ചെറുതായിട്ട് ചിക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഇതിലേക്ക് മിക്സാക്കി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ഉണ്ടല്ലോ അത് കൂടി ഇതിലേക്ക് തട്ടിയിട്ട് നല്ല ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കണം കേട്ടോ. ഇനി ഒരു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് സെർവ് ചെയ്യണം. അടിപൊളിയാണ്.